ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് വീണ്ടും ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ അഘോരമണിയുടെ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു, മകൻ്റെ അടുത്തേക്ക് വരികയാണ്, ഇനിയിപ്പോൾ എപ്പോഴാണ് സത്സംഗം തരാമോ എന്നറിയില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പം കിട്ടിയ ഒരു സ്ഥലത്ത് വച്ചിട്ട് നമുക്ക് പറ്റുന്നത് പോലെ ഒരു സത്സംഗം അത് ഭഗവാൻ ഒരുക്കി തന്നു. എവിടെയായിരുന്നാലും ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വയ്ക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നു. ഒരു സങ്കടം ഉള്ളിലുള്ളത് എന്താ വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ കൊടിയേറി. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൊടിയേറി. ഇത്തവണ ഉത്സവത്തിന് ഒരു ദിവസം പോകണം എന്നൊക്കെ നല്ലോണം ആഗ്രഹിച്ചതാണ്. ഇപ്പം എന്തായാലും ഇവിടുന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഉത്സവമൊക്കെ തീർന്നുണ്ടാവും. അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ടാണോ ഭഗവാന്റെ എന്താ നിശ്ചയമെന്ന് അറിയില്ല. എന്തായാലും എല്ലാം ഭഗവാന്റെ കാരുണ്യം എന്ന് തന്നെ വിചാരിക്കണുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അത്യത്ഭുതമായ ആ ഗോപികാഗീതമാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഭഗവാൻ എത്രയോ തവണ എന്നെ കൊണ്ട് ആ ഗോപികാഗീതം പാരായണം ചെയ്യിച്ചു. എന്തായാലും എല്ലാം ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ പോലെ തന്നെ വരണു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അടുത്ത ഭാഗം, ഭഗവാനെ കാണാൻ കൊതിച്ചു നിൽക്കുന്ന ഗോപികമാരുടെ മുന്നിലേക്ക് ഭഗവാൻ വന്നു എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ആ ശ്രീകൃഷ്ണ കഥാമൃതത്തിലൂടെയുള്ള ആ കഥാമൃത രസപാനം വീണ്ടും നമുക്ക് തുടങ്ങാം. അടുത്ത ഭാഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ വണ്ണം ഗോപിമാരുള്ളം നേറിയിടും കളകണ്ഠികൾ പലതും നാഥനോടോതിയുറക്കെ വിലപിക്കവേ, മറഞ്ഞിരിക്കവയ്യാതുടൻ കാരുണ്യവാരിധി പാൽപുഞ്ചിരി പൊഴിച്ചും കൊണ്ടവ തൻ മുമ്പിലമ്പൊടും പ്രത്യക്ഷമായി തെളിഞ്ഞേറെ വിലസി വിശ്വമോഹനൻ സർവാകർഷകനായി മിന്നും സാക്ഷാൽ മന്മഥൻ. പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും പീതാംബരവുമാർന്നേറെ വിളങ്ങും പ്രാണനാഥനെ പെട്ടെന്നു കണ്ടെഴുന്നേറ്റു പുഞ്ചിരിക്കൊണ്ടു ഗോപികൾ പരമാനന്ദമുൾത്തിങ്ങി വിലസീടിന ധന്യകൾ. തങ്ങൾക്കേറെ വശപ്പെട്ടേ മിന്നുമാ മോഹനാങ്കനിൽ പ്രേമചേഷ്ടകൾ എന്തെല്ലാം തന്നെ ചെയ്തില്ല നാഥനിൽ. പൊൻകാപ്പണിക്കൈകൾ കൊണ്ടു കൃഷ്ണന്റെ കരപല്ലവം പിടിച്ചാൾ മുട്ടി നിന്നും കൊണ്ടൊരു സൗഭാഗ്യശാലിനി. ശ്രീമുഖം നോക്കിയും കൊണ്ടേ നിന്നാൾ മറ്റൊരു ഗോപിക. കവിളിൽ ചെന്നു ചുംബിച്ചാൾ ഒരു കാമിനിമാർമണി.
ഭഗവത് ചരണാംബോജങ്ങളിൽ തൻ കുളിർ കൊങ്കകൾ മുട്ടുമാറാവിധം മെല്ലെ കിടന്നാളൊരു പെൺകൊടി. പുരികത്തെ വളച്ചും കൊണ്ടൊരു മാനിനി മാർമുമണി നോക്കി നിന്നാൽ കടാക്ഷങ്ങൾ കൊണ്ടു തല്ലുന്ന മാതിരി. ഒരുത്തി മൂക്കിൽ കൈവച്ച് മുകുന്ദന്റെ മുഖാംബുജം നോക്കിയും കൊണ്ടുമിണ്ടാതെ നിന്നാളിത്തിരിയങ്ങിനെ. ഇമവെട്ടാത്ത കൺകൊണ്ടു നുകർന്നുമൊരു സുന്ദരി തൃപ്തിയാർന്നീല തൃപ്പാദ പങ്കജം ഭക്തർ പോലവേ. നാണിച്ചൊരുവൾ കഞ്ചിമ്മിയുള്ളിൽ ധ്യാനിച്ചു നാഥനെ കോൾമയിർ കൊണ്ടു യോഗീന്ദ്രൻ അലിഞ്ഞേറെ മിന്നിനാൾ. ഭഗവാൻ സാക്ഷാൽ മന്മഥനായിട്ട് അവിടെ പ്രത്യക്ഷമായ ആ ഒരു സമയത്ത് ഗോപികമാര് അത്യത്ഭുതത്തോടു കൂടിയിട്ട് ഭഗവാനെ അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് നാം കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് മുന്നിൽ പെട്ടെന്ന് കാണുക അല്ലേ. വരും എന്ന് കാത്തിരിക്കുമ്പോൾ ആ ഒരവസ്ഥ നമ്മളിപ്പോൾ സാധാരണ നിലയ്ക്ക് ആണെങ്കിലും വേണ്ടിയില്ല, നമുക്ക് പ്രിയപ്പെട്ടവര് മക്കളാവട്ടെ, കൊച്ചുമക്കളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, മുത്തച്ഛനാവട്ടെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യമാണ്. കൊച്ചുമോളോട് അച്ഛമ്മ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. കണ്ടപ്പോൾ ഉണ്ടാവണ ആ ഒരു അത്ഭുത ഭാവം. അപ്പോൾ സാധാരണക്കാർക്കത് നല്ലോണം മനസ്സിലാവും ആ ഒരു ഭാവം പറഞ്ഞാൽ. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ അതേ ഒരു ഭാവത്തോട് കൂടിയിട്ട് ആ ഗോപികമാരെ വർണ്ണിക്കണു. അങ്ങനെ ആ കാണുമ്പോൾ അത്രയും സന്തോഷം കൊണ്ട് ഓരോരുത്തരുടെയും മനോവ്യാപാരത്തിനനുസരിച്ചിട്ട് അവർ ഭഗവാനെ തങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ ഭഗവാനോടുള്ള ആ ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കുകയാണ്. ചിലവരിതാ ഓടിച്ചെന്നു ആ കയ്യൊക്കെ പിടിച്ചു മാറോട് ചേർത്തുകൊണ്ട്, അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ വേഗം ഓടി വന്നു മാറോട് ചേർത്തുകൊണ്ട് നിൽക്കണു. ചിലവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണു. ചില ഗോപികമാര് അങ്ങനെയല്ല, മാറി നിന്നിട്ട് ഇത്രയും നേരം എന്നെ വിട്ടിട്ട് പോയില്ലേ എന്നുള്ള പരിഭവത്തോടു കൂടിയിട്ട് അങ്ങനെ പിണങ്ങി നിൽക്കണു. ചിലവരിതാ കണ്ണുകൊണ്ട് കുടിക്കുക, ആർത്തി തീരാണ്ട് ഇത്ര നേരം ആ ദർശന സൗഭാഗ്യത്തിനായിട്ട് കാത്തിട്ട് കണ്ടപ്പോൾ ആ കണ്ണുകൊണ്ട് കുടിച്ച് ആർത്തി തീർക്കണു. പക്ഷെ ചിലവരെങ്ങനെയാണ് ആ ഭഗവാനെ കാണാണ്ട് ഇതുവരെ കാണണം എന്ന് പറഞ്ഞ് നമ്മളെപ്പോലെ നമ്മൾ ഗുരുവായൂർ എന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് കാണണം എന്ന് വിചാരിച്ച് തിരഞ്ഞു നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം അങ്ങോട്ട് മുമ്പിൽ കണ്ട വഴി കണ്ണങ്ങോട്ട് അടയ്ക്കും. കാരണം അത് ആ ജീവന്റെ തിരച്ചിലാണ്. എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞ് കാണുന്നുണ്ടോയെന്ന് ഓരോ ജീവൻ തിരയുകയാണ്. അപ്പം കണ്ണടയ്ക്കും ഭഗവാന്റെ മുമ്പിൽ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആ ഭഗവാൻ ആത്മാവായിട്ട് ഇരിക്കുന്നത്. ആ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തിന് തെളിഞ്ഞ് കാണാനുണ്ടോ എന്നുള്ളൊരു പരീക്ഷണമാണത് ഓരോ ജീവൻ്റെയും. അതുപോലെ ഇവിടെ ചില ഗോപികമാരെ ഉള്ളിൽ ആ മുന്നിൽ കണ്ട അതേ രൂപത്തിനെ ഉള്ളിൽ കണ്ടിട്ട് യോഗീശ്വരന്മാർ പോലും എങ്ങനെയാണോ അതുപോലെയുള്ള ആ ഒരു ഭാവത്തിലെ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ട് നിന്നു എന്ന് പറയണു. ഹരേ കൃഷ്ണ. ഹരേ രാമ ആവിധം കൃഷ്ണനെ കണ്ടു പരമാനന്ദമേ വരും പ്രാപിച്ചാരാത്മലാഭത്താൽ മുമുക്ഷുക്കൾ കണക്കിനെ വിലസീമോദമുൾത്തിങ്ങും അവരോടൊത്തു മാധവൻ പ്രകൃത്യാദികളാലേറെ മിന്നും ഈശ്വരനെന്ന പോൽ ഇരുട്ടകറ്റും തൂവെണ്ണിലാവൊട്ടേറെ മിന്നിയും മുല്ലമന്ദാരം ഇവയെ പുൽകും താത്തന്ന വിഷയം കാണും കാളിന്തിയാറ്റിൻ്റെ മണൽ തട്ടിൽ മഹാപ്രഭു ഗോപീജനങ്ങളോടൊപ്പം മലിവാർന്നെഴുന്നള്ളിനാൻ. അവരിങ്ങനെ ഓരോരുത്തരും തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ എല്ലാവരെയും കൂട്ടിയിട്ട് ആ യമുനയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. ആ യമുനാ നദിയുടെ തീരത്ത്
എല്ലാത്തിനും സാക്ഷിയായി എല്ലാം അനുഭവിച്ചുകൊണ്ട് യമുന അത്രയും കണ്ണൻ്റെ ഓരോ ലീലകൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് യമുന. ആ യമുനയുടെ തീരത്ത് ചെന്നിരുന്നാൽ ഒരുപാട് കഥകൾ ആ യമുനയ്ക്ക് നമ്മളോട് പറയാനുണ്ടാവും, ഭഗവാന്റെ ഓരോരോ കഥകൾ. കഴിഞ്ഞ ദിവസം വൃന്ദാവനത്തിൽ പോണ ഒരു കാര്യം അവർക്ക് എന്നോട് സംസാരിച്ചിരുന്നു. രാധാറാണിയെ പറ്റി നന്നായി അറിയണം, വൃന്ദാവനത്തെ പറ്റി അറിയണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു തരൂ, രാധാറാണിയെ പറ്റി പറഞ്ഞു തരൂ, വൃന്ദാവനത്തെ പറ്റി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര നിശ്ചയമില്ല, അറിയില്ല. കൊതി കൊണ്ട് ഭഗവാനോട് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ കുറച്ച് അങ്ങനെ തെളിഞ്ഞോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു മിന്നല് അല്ലേ, ഒരൊറ്റ മിന്നൽ മിന്നി ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ എന്തൊക്കെയോ കുറച്ച് കണ്ടിട്ടുണ്ട്, അത് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നേരെ പോയിട്ട് ആ യമുനയുടെ തീരത്ത് ചെന്ന് ഇരുന്ന് ആ യമുനോട് ചോദിച്ചോളൂ. എത്ര തീവ്രമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ തീവ്രത എത്രയുണ്ടോ അതിനനുസരിച്ച് യമുന ഓരോരോ കഥകളും പറഞ്ഞു തരുന്നു. കാരണം എല്ലാം ആ യമുനയുടെ തീരത്ത് വെച്ചിട്ടാണ്. അത്രയും ഭഗവാന് പ്രിയപ്പെട്ടവളാണ് യമുന. എന്തുകൊണ്ടാണ് യമുനയുടെ ആ സ്നേഹം, യമുനയുടെ ആ മനസ്സിലെ ആ നിഷ്കളങ്ക ഭാവം, ആ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരിക്കലും ചന്ദ്രൻ പരിഹസിച്ച കഥകളൊക്കെ അന്ന് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പലവട്ടം പറഞ്ഞ കഥകളാണല്ലോ. പരിഹസിച്ച ചന്ദ്രനെ പോലും ചേർത്ത് നിർത്താൻ സാധിച്ചവളാണ് യമുന. അപ്പം അങ്ങനെയുള്ള യമുനയുടെ സൗശീല്യം ഭഗവാൻ അതാണ് നോക്കുക. ഉള്ളിൽ എന്തുണ്ട് എന്നാണ് നോക്കുക, പുറമേ ഉള്ളതൊന്നും ഭഗവാൻ നോക്കുകയില്ല. എത്ര നമ്മൾ അണിഞ്ഞൊരുങ്ങി ചെന്നോട്ടെ, എത്ര ആയിക്കോട്ടെ, എന്തൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചോട്ടെ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്. ഒരു കഥ പറയണ കേട്ടുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭു ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഒരു മാല സീതാദേവിക്ക് കൊടുത്തു എന്ന്. അപ്പം ആ മാല സീതാദേവി ഹനുമാന് സമ്മാനിച്ചു. ഹനുമാനാണല്ലോ ശ്രീരാമസ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദാസൻ. അപ്പം അദ്ദേഹത്തിനോട് അദ്ദേഹം വേഗം മാല തിരിച്ചും മറിച്ച് നോക്കി, എന്നിട്ട് ഒരു മുത്തെടുത്ത് ഇങ്ങനെ നോക്കി കടിച്ചു. അത് കണ്ടു നോക്കി, ഒക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് നോക്കുക അത്ര. കാരണം അതിൻ്റെ ഉള്ളിൽ ശ്രീരാമചന്ദ്രപ്രഭു ഉണ്ടോ എന്നാണ്. അങ്ങനെയാണ് നോക്കണേന്ന് പറയും. ശരിക്കും അത് നമ്മളുടെ ഒരു ചാബല്യത്തിൻ്റെ നമ്മളെ മനസ്സനുസരിച്ചിട്ട് പറയുന്ന ഒരു കഥയാണ് അത്. അങ്ങനെ ഒരു ഭാവമില്ല. എല്ലാത്തിലും രാമദർശനം ചെയ്യുന്ന ആളാണ് ഹനുമാൻ സ്വാമി. നമ്മളുടെ ഒരു ഭാവം പറയാം. ആ ശ്രീരാമ ഭാവമില്ലാത്ത ഒന്നും ഹനുമാൻ സ്വീകരിക്കില്ല എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു കഥയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ അത്രയും ഓരോന്നിലും ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കാണുന്നു. അത്രയും ആ ശ്രീരാമനിൽ ലയിച്ചിരിക്കുന്നു ഹനുമാൻ സ്വാമി എന്നാണ് പറയണേ. ഓരോ അണുവിലും ശ്രീരാമൻ്റെ ആ രാമഭക്തിയാണ് അവിടെ കാണിക്കണത്. അപ്പം അങ്ങനെ ഇവിടെ ഈ ഗോപികമാരുടെ ഓരോന്നും അതെ ആ ഭഗവാനെ കണ്ടിട്ട് ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോപികമാര്. അപ്പം ആ ഗോപികമാര് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഓരോരോ ഭാവത്തോടു കൂടിയിട്ട് ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണത് പറയണത്. അപ്പം ഭഗവാൻ എല്ലാവരും വിലസീമോദമുൾത്തിങ്ങും അവരോടൊത്തു മാധവൻ ഭഗത്യാദികളാലേറെ മിന്നും ഈശ്വരൻ എന്ന പോൽ. ഈശ്വരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരഭാവല് ഭഗവാനിൽ നിന്നുള്ള ദേവതാ സ്വരൂപം. ഓരോന്നിനു വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കണം. അപ്പോൾ ആ ഈശ്വരൻ്റെ ഭാവം പോലെ വന്നു. സാക്ഷാൽ പരമാത്മാവാണ് എന്നുള്ളത് വിട്ടിട്ട് അവരിലേക്ക് വീണ്ടും ആ ഭഗവാൻ ഇറങ്ങി വന്നു എന്ന് പറയാം. ഇരുട്ടകറ്റും തൂവെണ്ണില ഒട്ടേറെ മിന്നിയും മുല്ലമന്ദാരമിവേ പുൽകും താത്തന്നൽ വീശിയും. അപ്പോൾ ആ കാളിന്തിയാറ്റിൻ്റെ ആ കരയിലേക്ക് പോയി
എന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കാളിന്തിയുടെ മഹത്വമാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആ ഓരോന്നിലും ആ ഓരോ മണൽത്തരിക്കും പറയാനുണ്ട് ഭഗവാന്റെ കഥകൾ. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ആ വ്രജത്തിലെ ഒരു വനം മാത്രമാണ് വൃന്ദാവനം. ആ വൃന്ദാവനമാണ് ഏറ്റവും പരിപാവനായത്. ധന്യം വൃന്ദാവനം, ഏറ്റവും പരിപാവനമായത് വ്രജത്തിലെ ഏറ്റവും പ്രധാനമാണ്. കാരണം അവിടെ പരമപ്രേമം മാത്രമേ ഉള്ളൂ. വൃന്ദാവനത്തിലാണ് എപ്പോഴും രാസലീല, രാസം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല. അത്രയും പ്രധാനമാണ് ആ വൃന്ദാവനം. അങ്ങനെ ചാരിതാർത്ഥികളായി മിന്നി നാഥനോടൊത്തു ഗോപികൾ ജ്ഞാനകാണ്ഡത്തിൽ ഉൾക്കാമം വിടും ശ്രുതികൾ പോലവേ കുജകുങ്കുമാരമ്യങ്ങൾ ഉത്തരീയങ്ങൾ ഗോപികൾ വിരിച്ചു തങ്ങൾ നൽകാന്തൻ എഴുന്നള്ളിയിരിക്കുവാൻ. ആ ഭഗവാന്റെ മുന്നിലിതാ ആ ഗോപികമാരെന്ത് ചെയ്തു? തൻ്റെ ഉത്തരീയം ഒക്കെ വിരിച്ച്, ഉത്തരീയമൊക്കെ എടുത്തു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് ഇരിക്കുകയാണ്. നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഒരു കീർത്തനം പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഭഗവാന്റെ രാസലീലയുടെ. അപ്പം അതിൽ 4 വരികളെ പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇന്ന് അതും കൂടെ ഒന്ന് പാടാം എന്ന് പാടാൻ നമുക്കറിയുന്ന പോലെ പാടുക, അത്രയും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടിയും ഒന്ന് ഭഗവാന് സമർപ്പിക്കാം, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു ഭാവമായിട്ട്. വൃന്ദാവനികയിലന്നൊരു നാൾ സുന്ദരമായൊരു സായംകാലം ചന്ദ്രികാവാനിലുദിച്ചുയർന്നു ചന്ദാമേഴും വെണ്ണീലാപരന്നു. ത്രൈലോക്യനാഥനം വാസുദേവൻ തൃക്കാലു രണ്ടും വീണച്ചു വച്ച് തൃക്കൈയിലോടക്കുഴലെടുത്ത് തക്കത്തിൽ നല്ലൊരു പാട്ടുപാടി. നീലക്കാർക്കൂന്തലിൽ പീലി ചൂടി നീരാഞ്ജനം കൊണ്ടു കണ്ണെഴുതി ഓടക്കുഴൽ ചേരും ചോരിവായും മാറിൽ വിളങ്ങും വനമാലയും മഞ്ഞപ്പട്ടങ്ങോ ഞൊറിഞ്ഞൊടുത്തു മുത്തരഞ്ഞണവും ചാത്തി മിന്നി പാരിജാതത്തിൻ ചുവട്ടിലായി പാരിൻ്റെ നായകൻ നിന്നിടുന്നു. ഗോപികൾ വേണുഗാനത്തിൽ മുങ്ങി ലോകൈകനാഥനെ തേടിയെത്തി. വേണുഗാനത്തിൻ്റെ പാലാഴിയിൽ നീരാടി ഗോപിജനങ്ങളെല്ലാം. ഞാനതാ ആ ഗോപികമാര് ആ ഭഗവാന്റെ വേണുഗാനത്തിൽ മുങ്ങിയിട്ടതാ ഇവിടെ വന്ന് ഇങ്ങനെ ആ ഭഗവാന്റെ അത്യത്ഭുതമായ ആ സൗന്ദര്യത്തെ കണ്ണുകൊണ്ട് കുടിച്ചുകൊണ്ടും ശരിക്കും ആ ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടും കണ്ണൻ്റെ കൂടെ ഇരിക്കുന്നു. വിശ്വൈകനാഥനം മട്ടിൽ യോഗിധ്യേയ പദാംബുജൻ ചിരിച്ചു ഗോപിമധ്യത്തിലിരുന്നു വിലസീടവേ. പുരികങ്ങൾ ചൊളിച്ചും കൊണ്ടൊട്ടു കോപിച്ച മാതിരി പുണ്യപുഞ്ചങ്ങൾ ചോദിച്ചു പുതുപുഞ്ചിരി വായ്പൊടും. ആ ഭഗവാൻ ഇത്രയും നേരം കാട്ടില് മറഞ്ഞപ്പോൾ ഗോപികമാർ പറഞ്ഞല്ലോ, ഒന്ന് കണ്ണിങ്ങനെ അടയ്ക്കുമ്പോൾ ഭഗവാനെ അങ്ങേ കാണാൻ പറ്റാത്തൊരു വിഷമം, മിഴിങ്ങനെ അടഞ്ഞു പോലും. അങ്ങനെ നോക്കി 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 കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ പണ്ടൊക്കെ കുട്ടികൾ കളിക്കും, എത്ര നേരം ഇങ്ങനെ കണ്ണ് തുറന്നു പിടിച്ചിരിക്കാൻ പറ്റും നോക്കാം, എന്നിട്ട് ആദ്യം കണ്ണടയ്ക്കണവരൗട്ട് എന്ന് പറഞ്ഞിട്ട് കളിക്കില്ലേ. അതുപോലെ ആ ഗോപികമാർ ഭഗവാനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അറിയാണ്ട് ആ മിഴി ഇങ്ങനെ അടഞ്ഞു പോകുമ്പോൾ അതുപോലും അവർക്ക് വിരഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും സമയം ഞങ്ങളെ വിട്ട് നീങ്ങി നിന്നില്ലേ എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടൊക്കെ ഭഗവാൻ എല്ലാവരുടെയും കൂടെ അങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ ചോദിക്കുകയാണ്,
ഭജിപ്പോരെ ഭജിച്ചിടും ചിലരോ വിപരീതമാം രണ്ടാളെയും ഭജിച്ചിടാ ചിലരേതതിലുത്തമം. കൃതജ്ഞനല്ല ഞാനെന്നു തന്നെ കൊണ്ടരുളിക്കുവാൻ വിളിച്ചീമട്ടു ചോദിക്കും അവരോടോതിനാൻ പ്രഭു. വളച്ചീമട്ടു ചോദിക്കും അവരോടോതിനാൻ പ്രഭു. അപ്പോൾ അതാ ഭഗവാനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ അതാ ചോദിക്കുകയാണ്. ചിലര് ഭജിക്കണവരെ ചിലവർ ഭജിച്ചിട്ട്, സ്നേഹിക്കണവരെ സ്നേഹിക്കും, സ്നേഹിക്കാത്തവരെ സ്നേഹിക്കില്ല. ചിലരോ സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കില്ല. അങ്ങനെയുണ്ട്. ചിലർ അങ്ങനെയല്ല. ചിലരിതാ അങ്ങനെ സ്നേഹിച്ചാലും വേണ്ടില്ല, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, എല്ലാവരോടും ഒരുപോലെ സ്നേഹം. അങ്ങനെ പല വിഭാഗത്തിലുണ്ടല്ലോ. അതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക ഭഗവാനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറയണു, ഭജനം ജൈവതന്യോന്യം തൻ കാര്യത്തിനു വേണ്ടിയം യഥാർത്ഥ സ്നേഹമില്ലേതും അതിലാവിധമല്ല നാം. പറയാ പരസ്പരം സ്നേഹിക്കുക. ഇങ്ങോട്ട് സ്നേഹിച്ചാലേ അങ്ങോട്ട് സ്നേഹിക്കുള്ളൂ എന്നുള്ളതുണ്ടല്ലോ. സ്നേഹം കൊടുത്ത് സ്നേഹം മേടിക്കാന്ന് വെച്ചാൽ അതൊരു തരം കച്ചവടമാണ്. അവിടെ യഥാർത്ഥ സ്നേഹമൊന്നുമില്ല. അപ്പൊ അന്യോന്യം അങ്ങനെ സ്നേഹം പങ്കിടുക, അവിടെ നിന്നില്ലേ ഇവിടെ നിന്നില്ല എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് കച്ചവട മനസ്ഥിതിയാണ്. നമ്മൾ അങ്ങനെയുള്ളതല്ല. സ്നേഹിച്ചിടായെങ്കിലും സ്നേഹിച്ചിടും അച്ഛൻ്റെ മാതിരി ദയവും സ്നേഹവും കൊണ്ടു ചിലർ നമ്മളതിൽ പെടും. പറഞ്ഞു, നമ്മളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും അച്ഛനമ്മമാര് കുട്ടികളെ അല്ലെ, കുട്ടികൾ അച്ഛനമ്മമാരെ സ്നേഹിക്കേണ്ടതൊന്നുമില്ല. എത്രയോ പേര് അച്ഛനമ്മമാരെ ദേഷിച്ചും വിദ്വേഷിച്ചും നടക്കണം. പക്ഷെ അച്ഛനമ്മമാർക്ക് ആ കുട്ടികളോടുള്ള സ്നേഹത്തിന് വല്ല കുറവുണ്ടോ? അപ്പം നമ്മൾ വിചാരിക്കും ഉപദ്രവിക്കല് മാത്രമാണ് വിദ്വേഷം. അതൊന്നുമല്ല. ചില കുട്ടികളെ നോക്കൂ, അച്ഛനമ്മമാര് പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തുന്നു. ആ വളർത്തുന്ന അച്ഛനമ്മമാരോട് നമുക്കൊരു കടപ്പാടുണ്ട് അല്ലേ. അത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നുള്ള ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് അവർക്ക് എന്ത് ചെയ്താലും മതിയാവില്ല. അപ്പം സർവ പ്രപഞ്ചത്തിനും നാഥനായിട്ട് നിൽക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് ചെയ്തു തരുന്ന ആ കാരുണ്യം, നമ്മളുടെ പെയ്യുന്ന കാരുണ്യത്തെ പറ്റി ആലോചിക്കുന്നത് നമുക്ക് എന്ത് തന്നെ ചെയ്താലാ മതിയാവുക അല്ലെ. എത്ര നാമം ജപിച്ചാലും നമുക്ക് മതിയാവണില്ല. കാരണം ഭഗവാന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ അതൊന്നുമല്ല. അതുപോലെ എത്ര തന്നെ അച്ഛനമ്മമാരുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ആ ഒരു മഹിമ ആലോചിക്കുമ്പോൾ അവർക്ക് എന്ത് തന്നെ ചെയ്താലും മതിയാവില്ല. അത് ഒരു കടമയാണ് നമ്മുടെ. അപ്പോൾ ആ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈശ്വരന്മാരാണ് അച്ഛനമ്മമാർ. അപ്പം അവരെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സ്നേഹിക്കാൻ ചെന്നാൽ അവർക്ക് വേണ്ടത് അറിഞ്ഞ് അവർക്ക് വേണ്ടതുപോലെ നമ്മൾ പ്രവർത്തിക്കുക അല്ലേ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? കുട്ടികളെ പറ്റിയിട്ട് ദുഃഖിക്കാൻ മാത്രമേ അച്ഛനമ്മമാർക്ക് അവസരമുള്ളൂ അല്ലേ. അവരുടെ സുഖവും സൗകര്യവും കാര്യങ്ങളും മാത്രം നോക്കണു. നല്ല നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ പല വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വമൊന്നും അറിയാണ്ട് അവർക്ക് ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. അച്ഛനമ്മമാരെ, വൃദ്ധരായ അച്ഛനമ്മമാരെ നോക്കേണ്ട സ്ഥാനത്ത്, പരിചരിക്കേണ്ട സ്ഥാനത്ത് അവരിപ്പോഴും മക്കളെ പരിചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാവം അത് അച്ഛനമ്മമാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ സാധിക്കില്ല. അപ്പോൾ അത്രയും ആ അച്ഛനമ്മമാരെങ്ങനെയാണോ കുട്ടികളെ സ്നേഹിക്കുന്നത്, സ്നേഹിച്ചാലും വേണ്ടില്ല, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, അവരുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാവും. അതുപോലെയാണ് ഭജിച്ചാലും ഭജിക്കാത്തോർ മഞ്ഞിൽ 4 തരത്തിലാം ആത്മാരാമൻ, പൂർണ്ണകാമൻ, മൂഢൻ, അത്യന്ത ദുഷ്ടനും. പിന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഭജിച്ചാലും ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കാത്തവര് എന്നില്ല. അവർ 4 തരത്തിലുണ്ട്. ആത്മാരാമന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിരിക്കുന്ന ഈശ്വരനെ കാണണേ. അവർക്ക് പുറമേക്കുള്ള പ്രകടനങ്ങളൊന്നുമില്ല. അവര് ആ ആത്മാനന്ദത്തിൽ ലയിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കേവലം ജഡവസ്തുക്കളിലൊന്നും അവർ കാണുന്നില്ല. അവരാകെ കൂടി കാണുന്നത് ആരേ ഉള്ളൂ? ഭഗവാനെ മാത്രമേ ഉള്ളൂ. ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്.
അപ്പം നമ്മുടെ ഈ സാധാരണ പോലെയുള്ള ഈ ഭാവങ്ങളൊന്നും, ഈ വൈകാരിക ഭാവങ്ങളൊന്നും അവരുടെ ഉള്ളിലുണ്ടാവില്ല. അതുപോലെ പൂർണ്ണകാമൻ, എല്ലാം ആഗ്രഹങ്ങളും വിരക്തി വന്നവൻ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ അറിവില്ലാണ്ട്, സ്നേഹിക്കുക എന്നൊന്നും അറിയില്ല, നമ്മളെ എത്ര സ്നേഹിച്ചാലും അവർക്ക് തിരിച്ചറിയില്ല നമ്മുടെ സ്നേഹം, അങ്ങനെയുള്ളവർ. പിന്നെ ദുഷ്ടൻ, അങ്ങനെയുള്ളവരാണ് 4 വിധത്തിലാണ് എന്ന് പറയണു. ഭജിച്ചാലും ഭജിക്കാത്തോനത് ഭജിച്ചാലും ഭജിക്കാത്തോനിതിലൊന്നും പെടില്ല ഞാൻ. സഖിമാർ നിങ്ങൾ തന്നുള്ള അത്യന്ത പ്രേമ വായ്പിനാൽ കനകം പോലെ മിന്നിപ്പാൻ ഈ വിധം ചെയ്തതാണു ഞാൻ. പണം പോയോനതേ ചിന്തിച്ച് ഓർക്കാ മറ്റൊന്നും മൊഴിയിൽ. അപ്പൊ പറയണു, ഭജിക്കാനും ഭജിക്കാത്തവന്റെ പോലെ ഞാൻ. നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കണില്ല എന്ന് പറയാനല്ലേ അപ്പൊ നിങ്ങളിതൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാനിതിലൊന്നും പെടില്ല. നിങ്ങളുടെ സ്നേഹം എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ അല്പമായിട്ട് ഉള്ള ആ ചെളി കളയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ സ്വർണത്തിനെ തീയിലിട്ട് ഉരുക്കി കൂടം കൊണ്ടടിച്ച് അതിനെ ശുദ്ധാക്കണത്, അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്നേഹത്തിനെ പരിപൂർണമായിട്ട് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിങ്ങനെ ചെയ്തത്. ഒരു ഇടയ്ക്കൊക്കെ നിങ്ങളിതാ ആ ആത്മഭാവം വിട്ടിട്ട് മറ്റേക്ക് ചിന്ത പോകണം. അപ്പം എങ്ങനെയാ, പണം നഷ്ടപ്പെട്ട ഒരാൾക്ക് അയ്യോ നഷ്ടപ്പെട്ടുല്ലോ എന്ന് എപ്പോഴും പണത്തിനെ ചിന്തിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ. അപ്പോൾ എന്നെ തന്നെ ചിന്തിച്ച് അങ്ങനെ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സ് പോവാതിരിക്കുള്ളൂ. അങ്ങനെ മനസ്സ് പരിശുദ്ധാക്കാൻ പറ്റുള്ളൂ. എന്നെപ്പറ്റി പറഞ്ഞ്, എൻ്റെ കഥകൾ പറഞ്ഞ്, എൻ്റെ നാമം പാടിക്കൊണ്ട് നിങ്ങളിതാ ഇത്രയും നേരം ആ കൃഷ്ണനിൽ മാത്രം, എന്നിൽ മാത്രം ലയിച്ചു കൊണ്ടിരുന്നില്ലേ, അത് തന്നെയാണ് മനസ്സ് പരിശുദ്ധാക്കാനുള്ള ഏറ്റവും വലിയ വഴി. അതിലും വലുതൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്നെയോർത്തി വിധം സർവം വിട്ട നിങ്ങളെ എപ്പോഴും കാണാതെ കാത്തു പോന്നിടും എന്നെ നിന്ദിക്കലും ശരി. ഇനിയിപ്പോതാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഉള്ള ഓരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മളും അങ്ങനെയാണല്ലോ, ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ചോദിക്കും. ഭഗവാൻ നമ്മൾ ചോദിച്ചതൊന്നും തരില്ല, ഉചിതമായത് മാത്രമേ നമുക്ക് തരുള്ളൂ. അങ്ങനെ ആ ഉചിതമായത് മാത്രം തന്നുകൊണ്ടിരിക്കുന്നു. ചോദിച്ചത് തരാണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പലതും നമുക്ക് അനുഭവയോഗ്യമില്ലാത്തതാണ് അല്ലെ. നമുക്ക് അതിനുള്ള ഓരോ ജീവനും അതിൻ്റെതായ ആ ഗതിക്ക് അനുസരിച്ച് ഓരോന്നും ലഭിക്കുള്ളൂ. അപ്പോൾ MBBS ഒക്കെ നന്നായി പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടുകയാണ് ഡോക്ടറായിട്ട് അല്ലേ. വേറെ ഏതെങ്കിലും പഠിച്ച ഒരാൾ എനിക്ക് പഠിപ്പും ഇവരൊക്കെ ഉണ്ട്, എനിക്ക് ഡോക്ടറായിട്ട് ജോലി കിട്ടണമെന്ന് കിട്ടില്ല. അവൻ്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി അവന് കിട്ടുള്ളൂ. ഒന്നും പഠിക്കാത്ത ഒരാൾ എന്നിട്ട് പറയും എനിക്ക് ഡോക്ടറാവണമെന്ന്, അതും കിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നും ഇതായില്ല. ഇത് തന്നെ നമ്മുടെ കണ്ണിൽ കാണുന്നത് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് ഓരോരുത്തർക്കും ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഭഗവാനെ സമീപിക്കുന്നതിനും പകരം ഭഗവാനെ എന്തു തന്നെ ഭവിക്കിലുമൊക്കെയും എൻ്റെ കണ്ണൻ തരുന്ന പ്രസാദമായി ഏറിയ മോദാലേറ്റുകൊണ്ടിടുവാൻ ഏകണം വരം കൃഷ്ണ എനിക്കു നീ. എന്തു തന്നെ ഉണ്ടായാലും ഭഗവാനെ അത് അവിടുത്തെ പ്രസാദമായിട്ട് കരുതാനുള്ള ഭാഗ്യം തന്നെ. എന്തു തന്നെ വന്നു ചേർന്നാലും അത് ഗുരുവായൂരപ്പ അവിടുത്തെ പ്രസാദം. ഒന്നിലും തളരാതെ ആ ഭഗവാനെ മറക്കാതെ സമാധാനത്തോടു കൂടിയിട്ട് ശാന്തിയോടു കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ ഈശ്വര പ്രേമം. അല്ലാതൊന്നും നമുക്ക് എവിടെയാണോ അല്പം ഉള്ളിൽ ഒരു അങ്കലാപ്പ് അല്ലെങ്കിൽ ഉള്ളിൽ ഓരോ നമുക്ക് വികാരത്തിൻ്റെ വേലിയേറ്റൊക്കെ ഉണ്ടാവുന്നത് അവിടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഇല്ല എന്നാണ് പറയുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അല്പം സ്നേഹം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ദേഷ്യമോ സങ്കടമോ ഒക്കെ വന്നിട്ട് നമ്മൾ അതിനെതിരെ
പ്രവർത്തിക്കുമ്പോൾ ഭഗവാൻ പറയണു അവിടെ സ്നേഹമില്ല. നമ്മളുടെ കിട്ടുന്നത് കുറഞ്ഞു പോകുമ്പോഴേക്കും അവിടെ അവരോട് വെറുപ്പും ദേഷ്യവും വരണു, വഴക്ക് കൂടാൻ തോന്നണു. അപ്പം അത് എവിടെയാണ് സ്നേഹം? നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എവിടെ ഇരിക്കുകയായാലും സ്നേഹിക്കാൻ സാധിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. അത് അവരറിയണമെന്ന് പോലും ഇല്ല. അതുപോലെ ഭഗവാൻ പറയണു, നിങ്ങൾ കാണാതെ എന്നും നിങ്ങളെ കാക്കണത് ഞാൻ തന്നെയാണ്. എനിക്ക് നിങ്ങളെന്നെ സ്നേഹിച്ചാലും വേണ്ടില്ല, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, എപ്പോഴും നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നതാ ഗോപികമാരോട് കണ്ണൻ പറയുന്നത്. അത് ഗോപികമാരോട് മാത്രമല്ല, കണ്ണനെ എല്ലാവരോടും കണ്ണൻ പറയുന്ന ഒരു സന്ദേശമാണത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. എല്ലാവരെയും ഒരുപോലെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയും അനുഭവ യോഗങ്ങൾ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോന്ന് വന്നു ചേരണതാണ് എന്ന് പറയുന്നു. എന്നെത്താൻ തളിരിങ്കലോർത്തുകൊണ്ടേ മിന്നീടും ഭവതികളോട് ഋണാനുബന്ധം എന്നാളും പരമതു തീരുകില്ലെനിക്കെന്നോമൽ തരുണികളെ മറന്നിടാ ഞാൻ. അപ്പോൾ പറയണം, എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എപ്പോഴും നിങ്ങളെൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടില്ല, ഒരിക്കലും മറക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഇത് തന്നെയാണ് ഗോപികമാർക്ക് കേൾക്കേണ്ടതും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗോപികമാർ ചോദിച്ചത്. നമ്മളിപ്പോൾ ചോദിക്കില്ലേ, കുഞ്ഞുവാവളോട് ചോദിക്കുക അച്ഛനെയോ ഇഷ്ടം അമ്മയോ ഇഷ്ടം എന്ന് ചോദിക്കുക. അപ്പോൾ ചോദിക്കേണ്ട അച്ഛനാണെങ്കിൽ അച്ഛനെ ഇഷ്ടം എന്ന് പറയും, കുഞ്ഞമ്മയാണെങ്കിൽ അമ്മയെ ഇഷ്ടം എന്ന് പറയും. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കുട്ടി പറയും അച്ഛനെയും അമ്മയും ഇഷ്ടമാണ്, ആരെയും സങ്കടപ്പെടുത്താണ്ടിരിക്കാനേ. അത് തന്നെയാണ് സത്യം. കുട്ടിക്ക് അച്ഛനെയും അമ്മയും ഇഷ്ടമാണ്. പക്ഷെ അമ്മ ചോദിക്കുമ്പോൾ അമ്മോടൊരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ അമ്മോട് പറയണോ, അച്ഛനോട് പറയുമ്പോൾ അച്ഛന് സന്തോഷമാണോ. അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരെയും ഇഷ്ടമാണ് എന്ന് പറയണം. ആ സത്യം അത് പറയണം. അതുപോലെ ഭഗവാൻ പറയണു, നമ്മളെല്ലാവരെയും ഭഗവാൻ ഒരുപോലെ ഇഷ്ടമാണ്. ആ ഭഗവാന്റെ ആ ഇഷ്ടം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ അറിയണം. ആ ഭഗവാനെ അറിയണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ കഥകൾ കേൾക്കണം, ആ നാമം ജപിക്കണം. അപ്പോൾ ഉള്ളിലുള്ള ഈ ഗോപികമാർ ചെയ്തതുപോലെ ആ ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ച് ഭഗവാനെ പറ്റി മാത്രം പറഞ്ഞ് ഭഗവാനിൽ മാത്രം മനസ്സ് സമർപ്പിച്ചിരുന്നപ്പോൾ കണ്ണൻ എന്നെ ഉപേക്ഷിച്ച് പോയി. ഇത്രയേ ഉള്ളൂ. ഈ കൃഷ്ണൻ്റെയൊക്കെ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ വന്നത്. ഈ രാത്രി നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് പോരും. എന്നിട്ട് നമ്മൾ ഈ രാത്രി ഇങ്ങനെ വന്നിട്ടും ഈ ഭഗവാൻ നമ്മളെ ഇട്ടിട്ട് പോയില്ലേ, ഇനി നമ്മൾ എന്തിനിങ്ങനെ നമ്മളെ ഉപേക്ഷിച്ച് പോയ ഈ ഭഗവാനെ അന്വേഷിച്ച് പോകണം, നമുക്കൊക്കെ തിരിച്ചു പോകാം എന്നല്ല വിചാരിച്ചത്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പം ഈ യാത്ര എന്ന് പറയുമ്പോൾ ആലോചിക്കണം കേട്ടോ, ഒരു വീട്ടിൽ നിന്ന് വന്ന സ്ത്രീകൾ എന്നുള്ള ഭാവമല്ല ഓർക്കേണ്ടത്. നമ്മുടെ ആ ഭഗവാനോടുള്ള അധ്യാത്മയാത്രയാണ് ഓർക്കേണ്ടത്. സംസാരക്കാട്ടിലാണ് അവരലഞ്ഞത്. ഈശ്വരനെ പ്രാർത്ഥിച്ച് 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 പല സമയത്തും നമുക്ക് ഈശ്വരനില്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. ഓരോരോ ദുർഘടങ്ങൾ വരുമ്പോൾ പറയും ഭഗവാന് കണ്ണില്ലേ, ഈശ്വരനില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിത്തീരും ഓരോ ജീവിതത്തിൽ. ആകസ്മികമായിട്ട് വരുന്ന ഓരോ അപകടങ്ങൾ, ഓരോ ദുഃഖങ്ങൾ, മരണങ്ങൾ ഒക്കെ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു എന്ന് വരും. അപ്പോൾ അത് തന്നെയാണ് ഈ ഗോപികമാർ. ഇപ്പോൾ അത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഗോപികമാർ പെട്ടിട്ട് പോലും അവർ വേറെ ഒന്നിനെയും ആശ്രയിക്കാണ്ട് ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ ഭഗവാനിൽ തന്നെ മനസ്സ് ചേർത്ത് വെച്ച് നിന്നപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഈശ്വര കഥകളെ കേട്ടുകൊണ്ട് ഭാഗവതം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി ഓരോ അക്ഷരബ്രഹ്മമായിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വിളങ്ങണം. എന്നിട്ട് ഭഗവാനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ പുസ്തകമൊക്കെ ഒരു പുസ്തകമല്ലേ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് അവിടെ ഇവിടെ കൊണ്ടുവന്നിടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഭഗവാൻ തന്നെയാണെന്നുള്ള ഭാവം വരുമ്പോഴോ പട്ടിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. നമ്മൾ അതിന് വില കൊടുക്കണം. പക്ഷേ ഓരോന്നിൻ്റെ ഉള്ളിലും ആ ഭഗവാൻ തന്നെയാണ് ഇരിക്കണത് എന്ന് സകല വസ്തുക്കളിലും
അചേതനമായിട്ടും സചേതനമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉള്ളിൽ ആ ഭഗവാനുണ്ട്, പരമാണു പൊരുളിലും ആ ഭഗവാനുണ്ട് എന്നുള്ള സത്യം വരുമ്പോൾ എല്ലാത്തിനെയും, അതുവരെ ആ ഗ്രന്ഥം ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ അവിടെ ഇടും, പക്ഷേ ഓരോ അക്ഷരവും ഈശ്വരനാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ എല്ലാം, പുസ്തകങ്ങൾ മാത്രമല്ല എല്ലാം അതാ നമ്മൾ വേണ്ടതുപോലെ അതിനെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയണില്ല. പലതും നമുക്ക് നിസ്സാരങ്ങളായിട്ട് നമ്മൾ അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്നിടുകയാണ്. അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈശ്വരനോട് അടുക്കും തോറും നമുക്ക് മനസ്സിലാവുക. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭാഗവതം എന്താണ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയ ആ സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ആഴ്ചവട്ടം ഗോപാലൻ മാസ്റ്റർ, അദ്ദേഹമാണ് കിളിപ്പാട്ട് ഭാഗവതം കൂടുതലായിട്ട് ഞങ്ങളിലേക്ക് എത്തിച്ചത്. ഞങ്ങളുടെയൊക്കെ കയ്യിൽ കിളിപ്പാട്ട് ഭാഗവതം ഉണ്ടെങ്കിലും ആർക്കും അത് വായിക്കാനും വേണ്ടതുപോലെ അത് ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പം അദ്ദേഹം ദശമസ്കന്ധം മാത്രം വായിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഭാഗവതം ക്ലാസ് അതിന് പോയിരുന്നു, ഞായറാഴ്ച. അങ്ങനെ പോണ സമയത്ത് അപ്പോൾ അന്ന് എൻ്റെ ചെറിയ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പുസ്തകങ്ങളൊക്കെ വളരെ വൃത്തിയിൽ സൂക്ഷിക്കണേ, അത്രയും ഒരു പൊടി പോലെ ആവാണ്ട് നല്ല ഭംഗിയിൽ ആ ചട്ടയൊന്നും മങ്ങാണ്ട് അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ പഠിക്കാൻ കുട്ടികളുടെ സാധാരണ പോലെ ഒരു ഇത്തിരി മടിയുള്ള പ്രകൃതമാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അപ്പോൾ ഓരോന്നും ഭഗവാൻ അറിയിച്ചു തരികയാണ് കേട്ടോ. കുട്ടിയെ പല വിധത്തിലും പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ കുട്ടി ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കുറേ ഇങ്ങനെ അടങ്ങിയിരിക്കണില്ല പഠിപ്പിക്കാൻ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ശരിയല്ലാണ്ടാകുമ്പോൾ ആദ്യം സ്വാഭാവികമായിട്ട് വരും എന്താ, ദേഷ്യം വരിക. വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ പുസ്തകം അവിടെ ഇങ്ങനെ സോഫയമേല ഒരൊറ്റ വീക്ക് ഞാനിങ്ങോട്ട് പോന്നു. ഈ കുഞ്ഞിനങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പോൾ അത് എന്നോട് ചോദിച്ചു, ഭഗവാനെ സരസ്വതി ദേവിയെ വലിച്ചെറിയാനാണോ ഭാഗവതം പഠിപ്പിച്ചതെന്ന് ഈ കുട്ടി ചോദിക്കുകയാണ്. ഞാൻ ഭാഗവതം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, സരസ്വതി ദേവിയെ വലിച്ചെറിയാനാണോ ഭാഗവതം പഠിപ്പിച്ചതെന്ന്. സത്യമല്ലേ? അത് ഒരു വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. ശരിക്കും നമ്മളൊന്നും ശ്രദ്ധിക്കാണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ അത് വേണ്ടതുപോലെ നമ്മൾ പരിവർത്തനം ചെയ്ത് കൊണ്ടുവരാത്തതുകൊണ്ടാണ് അവരൊക്കെ ഓരോരോ തലത്തിൽ തലതിരിഞ്ഞു പോണത്. അപ്പോൾ അവരുടെ ഒന്നും കുഴപ്പമൊന്നുമല്ല, വേണ്ടതുപോലെ ചെയ്തു കൊടുക്കാത്ത നമ്മൾ സ്നേഹമാണ്, അതാണ് ഇതാണ് അവരെ അങ്ങനെ പലതും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഭഗവാനിൽ നിന്നും വിമുഖരാക്കുകയാണ്. ഈശ്വരനിൽ നിന്ന് വിമുഖരാക്കിയിട്ട് വേണ്ട മറ്റുള്ളതൊക്കെ അവരെ പഠിപ്പിക്കാൻ. എല്ലാം പഠിപ്പിക്കാൻ കുട്ടികളെ എല്ലാ വിധത്തിലും പഠിപ്പിക്കേണ്ട. അവർക്ക് ഒരു നേരമില്ല, ഒന്നിനും നേരമില്ല. ഒരു അരമണിക്കൂർ മാത്രം, ഒരു 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂറില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും സന്ധ്യാദീപം വളർത്തി വെച്ചൊന്ന് നാമം ജപിക്കാൻ, ഈശ്വരനോട് ചേർന്നിരിക്കുക. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പഠിക്കുന്ന പുസ്തകം അത് സരസ്വതിയാണ്. ആ സരസ്വതിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പൂജയാണ് നിങ്ങളുടെ പഠിപ്പ്. അപ്പോൾ നിങ്ങൾ വേണ്ടതുപോലെ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ വിളക്ക് കൊളുത്തി വെച്ച് നാമം ചെല്ലണേക്കാൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾ നന്നായി പഠിക്കുക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സരസ്വതി പൂജയായി എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളിലൂടെ അവർക്ക് ആ നന്മയെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾക്ക് പിന്നീട് സ്നേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാം, നന്മയെ പറ്റി പറഞ്ഞു കൊടുക്കാം. അതിനതാ ഒരു 10 മിനിറ്റ് നാമം ജപിക്കാൻ നിൽക്കണ പോലെ ആവണ പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മണിക്കൂർ ആ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നേരായ ആ വഴി വിടാണ്ട് പോവും. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 4 വിധത്തിലുണ്ട് മൂഢന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ മൂഢത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അതിനെ മാറ്റാനായിട്ട് നമുക്ക് ഭഗവാനിൽ ഒരു ഉറപ്പ് വേണം. നമുക്കത് ഉറപ്പേ ഇല്ല. ഇപ്പോൾ ഒരാൾ പറയാണ്, കുട്ടിക്ക് അതാ അവിടെ ഇരുന്ന് സന്ധ്യ നേരത്ത് ഇന്ന് ഭഗവത്ഗീത വായിക്കുകയാണ്.
അപ്പോൾ ഒരാൾ പറയണം ഇതൊക്കെ പഠിപ്പിച്ചിട്ട് സന്യാസിയാക്കിയിട്ടൊന്നും കാര്യമില്ല, പഠിക്കണം എന്നുണ്ടായി സ്കൂളിൽ പഠിക്കാഞ്ഞാലൊന്നും കാര്യമില്ല, ഇതിനൊക്കെ കളയണ നേരം 4 അക്ഷരം പഠിപ്പിക്കുമോ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്കലാപ്പായി. ദൈവമേ, ഇനിയിപ്പോൾ ഇതിന് ഇരുന്ന നേരം അവൻ പഠിച്ചില്ലെങ്കിൽ അവന് മാർക്ക് കുറഞ്ഞാലോ, എന്നാൽ ശരിയാ, അവർ പറഞ്ഞത് കേൾക്കണ്ടേ. അപ്പോൾ നമ്മളൊരു ന്യായവും കണ്ടെത്തും. അപ്പം അവരെ കൊണ്ട് പറയിപ്പിച്ചതാരാ? ഇത് ഭഗവാൻ തന്നെയാണ്. കുട്ടികളാകുമ്പോൾ പഠിക്കാനല്ലേ അവരുടെ പഠിക്കുക എന്നുള്ളതല്ലേ അവരുടെ ചുമതല. അതെ, പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചുമതല. അത് ഈശ്വര പൂജ പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പഠിച്ചാൽ മാത്രം മതി, പിന്നെ ഒരു പൂജയും വേണ്ട. അടുക്കളയിൽ പണിയെടുക്കണ്ടേ, അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഭഗവാനുള്ള നൈവേദ്യം സമർപ്പിക്കുന്നു. ആ യജ്ഞമാണ്, അതായത് അന്നം സമർപ്പിക്കുന്ന ആ യജ്ഞത്തിലേക്ക്, ആ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കുന്ന ആ യജ്ഞം ഭഗവാന് കൊടുക്കുന്ന ഹവിസ്സാണെന്നുള്ള ഭാവത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ശുദ്ധിയോടും വൃത്തിയോടും കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണോ, അത് ഈശ്വര പൂജയാണ്. സാധിക്കുന്നുണ്ടോ അങ്ങനെ? 2 ആൾ 2 വിധത്തിൽ ഭക്ഷണം പറഞ്ഞാൽ പറയും ഇതെല്ലാം ഒരാളെ കൊണ്ട് ഇത് ചെയ്യണം, ഒരു കയ്യേ ഉള്ളൂ ഇത് ഞങ്ങൾക്ക്, അവരത് പറഞ്ഞാൽ അവിടെ നിന്ന് പറയല്ലേ വേണ്ടു. നമ്മളെ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും അത് ശരി എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ഹോബി പോലെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഓഫീസിൽ ജോലി എടുക്കുന്നുണ്ട്, അത് ചെയ്താൽ മതി, പൂജ ഈശ്വര പൂജ വേണ്ട. ആ ചെയ്യുന്നതാണ് ഞാൻ ഈശ്വരന് ചെയ്യുന്ന പൂജയാണ്, ഇതെൻ്റെ കർമ്മം, ഈ കർമ്മം എൻ്റെ ധർമ്മമാണ്, ഇത് ഞാൻ വേണ്ടതുപോലെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരുടെ എല്ലാവർക്കും അത് ഗുണത്തിനായിക്കൊണ്ട് ഞാനിത് ചെയ്യും, ഒട്ടും അതിൽ മനസ്സ് മടുക്കാണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഈശ്വര പൂജയാണ്. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയൊക്കെ ചുതി വരുന്നുണ്ട്, പല സ്ഥലത്ത് ചുതി വരുന്നുണ്ട്. ഒക്കെ ഭഗവാന്റെ പൂജകൾ, ഹോമങ്ങൾ, ഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയിട്ടുള്ള ഓരോരോ ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം പറയുമ്പോൾ എല്ലാവരും നാമം ജപിച്ചോളൂ കേട്ടോ. എന്തുകൊണ്ടാണ്? അതിലും ഈശ്വര പൂജയായിട്ട് ചെയ്യുമ്പോൾ പോലും അതിൽ എന്തെങ്കിലും അഭാവം ചുതി വരാം. മനസ്സിൻ്റെ ഏതെങ്കിലും വ്യവഹാരം കൊണ്ടോ എന്തെങ്കിലും ചിന്തകളെ കൊണ്ട് അതിലെന്തെങ്കിലും വിഷമം ഉണ്ടാവാം. അതുപോലെ അതിനുപയോഗിക്കുന്ന പുഷ്പം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് അതിനെന്തെങ്കിലും അശുദ്ധി വന്നാൽ അവിടെ ഒരു ബുദ്ധിമുട്ട് വരും. ആ സ്ഥലത്ത് എന്തെങ്കിലും ഇപ്പം നമ്മൾ നല്ല പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ വൃത്തിയായിട്ട് അവിടെ ചെയ്തു വിട്ടു, അവിടെ എന്തെങ്കിലും ഒരു അശുദ്ധി വന്നത് നമ്മൾ അറിഞ്ഞില്ല. അടുത്ത ദിവസം എല്ലാം റെഡിയാക്കി വെച്ചതാണ്, അടുത്ത ദിവസം എന്തെങ്കിലും ഒരു അശുദ്ധി വന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല. വല്ല നായ അതിലെ പോയി ഒന്ന് മൂത്രം വെച്ചു, രാവിലെ ആകുമ്പോഴേക്കും അത് ഉണങ്ങിപ്പോയിണ്ടാവും, നമ്മൾ കാണില്ല, പൊച്ചോ നായോ എന്തെങ്കിലും. അപ്പോൾ നമ്മളത് കാണില്ല, നമ്മളത് അവിടെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശുദ്ധമാവണം. അങ്ങനൊരു ഇതുണ്ട്. എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് പരിശുദ്ധമായില്ലെങ്കിൽ ആ കർമ്മദോഷം വരും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്കറിയില്ല, അത് നമുക്ക് കർമ്മദോഷമായിട്ട് വരും. അപ്പം അത് ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ടാണ് നാമം ജപിക്കാൻ പറയണത്. നാമം ജപിച്ചോളൂ എല്ലാവരും എന്ന് പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മദോഷം അറിയാണ്ട് വന്ന് പെട്ടാൽ അതിനൊരു പ്രതിവിധിയാണത്, അതിനാണ്. അപ്പം അതിന് പോലും പരിശുദ്ധി നോക്കണം. അപ്പോൾ നമ്മൾ ഹൃദയശുദ്ധി ഇല്ലാണ്ട് എത്ര പേര് ഓഫീസിൽ ജോലി എടുക്കണവർ വന്നിട്ട് പരസ്പരം അവരെയും കുറ്റം പറഞ്ഞ് വഴക്കും വക്കാണും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പലരും വന്ന് പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതിലെന്ത് തന്നെ വന്നാലും അത് എൻ്റെ കർമ്മപ്രാരാബ്ധമായിട്ട് ഞാൻ ഏറ്റോളം ഭഗവാനെ നമുക്ക് മനസ്സാക്ഷിക്ക്, നമ്മുടെ മനസ്സിൽ സാക്ഷിയായിട്ട് കണ്ട ആരാ? ഈശ്വരനാണ്. അപ്പം നമുക്കൊരു മനസ്സാക്ഷിക്കുത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് ശരിയായില്ല എന്നുള്ളിലിരുന്ന് ഭഗവാൻ പറയാണ്. അങ്ങനെ ഒരു ഇത് നമുക്ക് വരാതിരുന്നാൽ ബാക്കിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും നമുക്ക്. നമ്മളൊക്കെ മനുഷ്യരാണ്, ഇന്ദ്രിയജയം വന്നവരൊന്നുമല്ല. അപ്പം നമുക്ക് നമ്മുടെ ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിക്കാൻ പറ്റിയെന്ന് വരില്ല, നമ്മുടെ വിചാരങ്ങളെ ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ പരിശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത് സന്ധ്യാനേരത്ത് നാമം ജപിക്കൂ, കുറച്ച് സമയം സത്സംഗത്തിലിരിക്കൂ എന്ന് പറയണത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? ഇന്നത്തെ കർമ്മം നമ്മൾ വാക്കുകൊണ്ടൊക്കെ പറയല്ലേ,
കരചരണകൃതം വാക്ക് കർമ്മ അല്ലേ, അങ്ങനെ പ്രാർത്ഥിക്കില്ലേ. അപ്പോൾ കൈകൊണ്ടോ വാക്കുകൊണ്ടോ കാലുകൊണ്ടോ ചെയ്യുന്ന എല്ലാ ചിന്തകളെ കൊണ്ടോ ചെയ്യുന്നത് എല്ലാം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അത് വെറുതെ ഒരു വൈത്താരി പോലെ, അതിന് പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. കരചരണകൃതം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. അതിങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ച് പാടുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആത്മാർത്ഥത. അപ്പോൾ ആ ആത്മാർത്ഥത നഷ്ടപ്പെട്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ കഥകളെ കേൾക്കുക, നാമം ജപിക്കുക, അവനവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് തന്നെ വേണം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കാൻ. അപ്പോൾ നമുക്ക് അതിലൂടെ കുറേശ്ശെ ഇതുപോലെ വെളിവായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കർമ്മങ്ങൾക്ക് ആ ഒരു പിഴയുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഈ സത്സംഗമൊക്കെ പറയണത്. അപ്പം നമ്മളോട് ഭഗവാൻ പറയണോ, ഞാൻ ഒരിക്കലും എന്നെ ഭജിക്കുന്നവരെ എന്നല്ല, എല്ലാവരെയും ഞാൻ എപ്പോഴും കാത്തുരക്ഷിക്കും. നിങ്ങൾക്ക് എന്നെ അറിയണം, എന്നെ അനുഭവിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിതാ എൻ്റെ നാമം ജപിച്ചോളൂ, എൻ്റെ കഥകൾ കേട്ടോളൂ, സത്സംഗത്തിൽ ഇരുന്നോളൂ, ആ സജ്ജന സംഗമം എവിടെയൊക്കെയാണോ അവിടെ ചെന്നിരുന്നോളൂ. ഏതെല്ലാം വിധത്തിൽ ഭഗവാന്റെ കഥകൾ പറയാൻ പറ്റുന്നുണ്ട് പറഞ്ഞോളൂ, ഏതെല്ലാം വിധത്തിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോളൂ, എന്നെ പറ്റിയതാ പാടിക്കോളൂ എന്നെല്ലാം പറഞ്ഞതാ ഭഗവാൻ നമുക്ക് വേണ്ടി തരുന്നൊരു ഉപദേശമാണ് ഈ ഒരു ഭാഗം. അടുത്ത ഭാഗം അടുത്ത ദിവസം അനുസ്മരിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും വരാനായിട്ട് ഈ സത്സംഗം കൊണ്ട് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷമാണ്. ഗുരുവായൂരപ്പൻ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തിപ്പെടും. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അധികം പേരും ഈ ടി വിയുടെ മുമ്പിലിരുന്ന് സമയം കളയണ ഓരോരോ സീരിയലുകളായിട്ട്. അപ്പോൾ പലരും പല മഹാത്മാക്കളെ കൊണ്ടൊക്കെ പറഞ്ഞു നോക്കി, ഇത് നന്നല്ല, സന്ധ്യ നേരത്തെ ഇത് നിർത്തിവെക്കൂ. പക്ഷേ അത് സാധിക്കില്ല. കാരണം ഇതിനെങ്ങനെ പ്രചോദനം തന്നുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ ടെൻഷൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അടുത്ത ദിവസം എന്താ സംഭവിക്കുക എന്നുള്ള ആകാംക്ഷ തന്നുകൊണ്ടാണ് ഓരോ സമയത്തും നിർത്തിയേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം അത് കാണാൻ തോന്നുകയാണ്. അത് അവർ ആ സന്ധ്യ നേരത്തെ കൊണ്ടുവയ്ക്കുള്ളൂ. അവരുടെ ചിന്ത എന്താ, ആ സന്ധ്യ നേരത്തെ അത് കൊണ്ടുവന്ന് വെച്ചാൽ ഈശ്വരോപാസനയും നാമജപമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ആ വിഷ്ണുവിനെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, കംസൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു ഒക്കെ എന്താ ചെയ്യാൻ, ഈശ്വരോപാസനയ്ക്ക് തടസ്സം നിൽക്കുക ചെയ്തത്. കാരണം ഈശ്വരൻ്റെ ആ ഉപാസന ചെയ്തിട്ട് ഈശ്വരന് ശക്തി വർദ്ധിച്ചാൽ ആ ആസുരിക ഭാവത്തിന് നിലനിൽപ്പില്ലാണ്ടാവും. അപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആസുരിക ഭാവം അതിന് വേണ്ടിയിട്ടാണ് ഇവരതൊക്കെ ചെയ്യണേ. അപ്പം അതുകൊണ്ട് സന്ധ്യ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും ശരി, ഇതൊക്കെ ഇങ്ങനെയുള്ള സീരിയലുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, ആ സന്ധ്യയ്ക്ക് ഒരു 6 മണി തൊട്ട് 7 മണി വരെ നാമജപോ ഭജനയോ സത്സംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ ചാനലുകളും വയ്ക്കുക. ആലോചിച്ച് നോക്കൂ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോഴും അവിടെ അടിയാവും. ഞങ്ങൾ ഇത് ഹിന്ദുക്കളുടെ, മുസ്ലിംസിൻ്റെ, ക്രിസ്ത്യൻസിൻ്റെ എന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്കൊന്നും അടിസ്ഥാനം ഇതുമല്ല. അവർക്ക് ഈ കംസൻ്റെ ഇപ്പോഴും ഉണ്ട്, കംസനും ജരാസന്ധനും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഒക്കെ എല്ലാവരുടെ ഉള്ളിലേ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ നിലനിൽപ്പിന് ബുദ്ധിമുട്ട് വെച്ചിട്ട് അതൊക്കെ വയ്ക്കണം. അപ്പം ഭഗവാൻ വിചാരിച്ചു, എന്നാൽ ശരി, ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടാവാം, ഇതിൽ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല ഒരു സീരിയലിൻ്റെ പേര് കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം അതിൻ്റെ തുടക്കമൊക്കെ അങ്ങനെ, പാട്ടൊക്കെ അങ്ങനെ.
കൃഷ്ണൻ്റെ കാണണം 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 എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടണം അല്ലേ. പണ്ടൊരു ഇതുണ്ടല്ലേ, ഗുരുവായൂർ അമ്പലം കണ്ടു ഞാൻ കണ്ണനെ. അപ്പോൾ അതൊക്കെ അങ്ങ് പറയുമ്പോൾ ആ ഒരു നിമിഷമെങ്കിലും എന്നെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കട്ടെ എന്ന് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് അങ്ങനെയുള്ള അത് കടത്തിവിട്ടു. പക്ഷെ അവിടെയും ഈ ആസുരിക ശക്തിക്ക് കുറവൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷ്ണഭക്തിയുള്ള ആളെയോ ഒരു ദേവീ ഭക്തിയുള്ള ആളെയോ ഒരു സ്വാമി അങ്ങനെ ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ട് അയാളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് വെച്ചാൽ ദ്രോഹിക്കണ സാധാരണ അതേ കഥ ഇതിലങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കും. അതങ്ങോട്ട് കാണണവർക്ക് ഭക്തി, ഒട്ടും ഭക്തി ഉണ്ടാവും. ഇത്തിരിയെങ്കിലും ഉള്ളിലൊരു ഈശ്വര വിചാരമാണെങ്കിൽ അതും കൂടി പോട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആസുരിക ശക്തിയും ഭഗവാന്റെ ഇതും കൂടിയിട്ടുള്ള ഒരു മൽപ്പിടുത്താണ് ഈ സീരിയലുകളൊക്കെ കാണുന്നത്. എന്നാലും വേണ്ടില്ല, എപ്പോഴെങ്കിലും ചിലവരുടെങ്കിലും ഉള്ളിൽ ചിലവരുണ്ടല്ലോ അങ്ങനെയാണ്, അവരവർക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരുടെയെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഈശ്വരഭാവം എത്തട്ടെ എന്ന് ഭഗവാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒന്നും നിശ്ചയില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. ഓരോ കാര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിനൊന്ന് മനനം ചെയ്ത് ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചിന്തിച്ച് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം.